എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 20-21 തീയതികളിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ ഏതാണ്? ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിനാണ് ഉദയ് എക്സ്പ്രസ്. ഓർത്തിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ നാവികസേനയുടെ സോണാർ സംവിധാനങ്ങൾക്കായുള്ള പ്രീമിയർ ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ ഹബ്ബായ സ്പേസ് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യൻ നാവികസേനയുടെ സോണാർ സംവിധാനങ്ങൾക്കായുള്ള പ്രീമിയർ ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ ഹബ്ബായിട്ടുള്ള സ്പേസ് സ്ഥാപിതമായത് കുളമാവിലാണ്, ഇടുക്കി ജില്ലയിലാണ്, കേരളത്തിലാണ്. മേ ബി ഏതാണ് സംസ്ഥാനം എന്ന് ചോദിക്കാം, അങ്ങനെയാണ് കേരളം. ഇനി ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കി. എക്സാക്ട് സ്ഥലം ചോദിച്ചാലോ കുളമാവാണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, അടുത്തിടെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഭീമൻ സർപ്പ ഫോസിലുകൾ IIT റൂർക്കിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്? അടുത്തിടെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഭീമൻ സർപ്പ ഫോസിലുകൾ IIT റൂർക്കിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്? ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. വാസുകി ഇൻഡിക്കസ് എന്നാണ് ഈ സർപ്പ ഫോസിലുകൾക്ക് നൽകിയിട്ടുള്ള പേര്, അല്ലെങ്കിൽ ഈ വിഭാഗങ്ങൾക്ക് നൽകിയിട്ടുള്ള പേരാണ് എന്ത്? വാസുകി ഇൻഡിക്കസ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ഉള്ള ചാൻസ് ഉണ്ട്. സോ കൃത്യമായിട്ട് ഈ ഓപ്ഷൻസും കാര്യങ്ങളും പഠിച്ചു വെച്ചേക്കാം, ഓരോ സ്റ്റേറ്റ്മെന്റ്സും പഠിച്ചു വെച്ചേക്കാം. നമ്മുടെ ക്വസ്റ്റൻ എന്തായിരുന്നു? അടുത്തിടെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഭീമൻ സർപ്പ ഫോസിലുകൾ IIT റൂർക്കിലെ, ആരാണ് IIT റൂർക്കിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്? ഗുജറാത്തിലെ കച്ചിലാണ്. വാസുകി ഇൻഡിക്കസ് എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നതെന്നും കൂടെ മറന്നുപോകാതെ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം. നമ്മുടെ നാലാമത്തെ ചോദ്യം, അടുത്തിടെ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ജോഗ്രഫിയിലൊക്കെ കയറി ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം എന്താണ്? അടുത്തിടെ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യയിലാണ് കേട്ടോ. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, അടുത്തിടെ DRDO വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയ സാങ്കേതിക ക്രൂയിസ് മിസൈൽ ഏതാണ്? അടുത്തിടെ DRDO വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയ സാങ്കേതിക ക്രൂയിസ് മിസൈൽ നിർഭയ് ആണ്. ഏതാണ്? നിർഭയ്. നമ്മുടെ ആറാമത്തെ ചോദ്യം, ദേശീയ സിവിൽ സർവീസ് ദിനം എന്നാണ്? ദേശീയ സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21-നാണ്. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, 2024 ഏപ്രിലിൽ ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ കയറ്റുമതി ചെയ്ത രാജ്യം ഏതാണ്? 2024 ഏപ്രിലിൽ ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ കയറ്റുമതി ചെയ്തത് ഫിലിപ്പീൻസിലേക്കാണ്. എങ്ങോട്ടാണ്? ഫിലിപ്പീൻസിലേക്കാണ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, 2024 മൂന്നാമത് ലതാ ദീനനാഥ് മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 മൂന്നാമത് ലതാ ദീനനാഥ് മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് അമിതാഭ് ബച്ചനാണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം, 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായത് ആരാണ്? 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായത് മുഹമ്മദ് സലീം ആണെന്ന് ഓർത്തിരിക്കുക. ആരാണ്? മുഹമ്മദ് സലീം. അപ്പൊ ഇതോടെ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ നോട്ട്സ് വേണ്ടവർ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷനിൽ നോട്ട്സ് അവൈലബിൾ ആണ്. ഇപ്പൊ എല്ലാ ജില്ലയിലേക്കുള്ള LDCയുടെ ടൈം ടേബിളുകൾ വന്നിട്ടുണ്ട്. LDCയുടെ ക്ലാസ്സുകൾ തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ റൂട്ടഡ് ആപ്പിൽ അവൈലബിൾ ആണ്. റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഈ കൂടുതൽ കറണ്ട് അഫയേഴ്സ് വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം റൂട്ടഡിന്റെ. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനാണ് എക്സാം വരുന്നത്. സോ എല്ലാവരും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പോവാം. താങ്ക്